കോരി പിടിച്ചോണ്ട ഒരുപാട് നാളായില്ലേ നമ്മളിപ്പോൾ കുക്കിംഗ് വ്ളോഗൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു ഒരു ഈവനിങ് സ്നാക്കായിട്ട് ഒരു പരിപ്പ് വടയുടെ റെസിപ്പി ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നതിനേക്കാട്ടും നമുക്കൊരു ചായക്കടയിൽ പോയിട്ട് ഉണ്ടാക്കിയാൽ എങ്ങനെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ചായക്കടയാണ്, ചെറിയൊരു ചായക്കടയാണ്. പക്ഷേ അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള പരിപ്പ് വടയാണ് കേട്ടോ, കിട്ടിയിലും ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് അതിൻ്റെ റെസിപ്പി ഒന്ന് ചോദിച്ചു നോക്കാം. അവർ പറഞ്ഞു തരുമോ സീക്രട്ടെന്ന് എനിക്കറിയില്ല. നമുക്ക് പോയിട്ട് ചോദിച്ച് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. ബജി ചമ്മന്തി സ്പെഷ്യൽ മുട്ട ബജി. അപ്പോൾ ഇതാണ് നമ്മുടെ പരിപ്പ് വട ചേച്ചി പരിപ്പ് വട ഉണ്ടാക്കുന്നത്. ഈ ചേച്ചിയും ആളെ ഹസ്ബൻഡും കൂടിയിട്ടാണ്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ അവർ ഉച്ച തിരിഞ്ഞുള്ള ചായക്കാണ് പരിപ്പ് വട കൊടുക്കുന്നത്. അപ്പോൾ 2 കിലോ, ചില ദിവസം 2 കിലോ, ചില ദിവസം 3 കിലോ അങ്ങനെയാണ് പരിപ്പ് പരിപ്പ് ഇടുന്നത്. 2 മണിക്കൂറോളം കുതിർത്തി ഇടണം എന്നാണ് പറഞ്ഞത്. 2 മണിക്കൂർ ഇപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിടാം. പിന്നെ അതിലോട്ട് ആവശ്യമായി ഈ പച്ചമുളക്, ഇഞ്ചി, സവോള, കുത്തിമുളക്, അതുപോലെ തന്നെ നമ്മുടെ ഈ കാണുന്ന കരിവേപ്പില, ഇത്രയ്ക്കും സാധനങ്ങളാണ്. ഇപ്പോൾ ഇത് 2 കിലോ ആണ് ഇപ്പം ഉണ്ടാക്കുന്നത് കേട്ടോ. 2 കിലോ പരിപ്പിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് ഇവിടെ കുരുകുരാന്ന് അരിഞ്ഞ് വെച്ചേക്കുന്നത് കേട്ടോ. ഇതുപോലെ കുരുകുരാന്ന് അരിയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇവിടെ പരിപ്പ് വട വറുത്ത് കോരുമ്പോണ്ടല്ലോ എല്ലാവരും വാങ്ങാൻ വേണ്ടി വരും. പിന്നെ അവർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു 2 പിടി പരിപ്പുവടയൊക്കെ മാറ്റി വെച്ചിട്ട് ബാക്കി നമ്മൾ ഇങ്ങനെ ഇവർ ഗ്രൈൻഡറിൽ അരയ്ക്കുകയാണ്. ഗ്രൈൻഡറിൽ അരയ്ക്കുകയെന്ന് പറഞ്ഞാൽ നമ്മൾ മിക്സിയിൽ അരച്ചാലും മതി. പക്ഷേ ഇങ്ങനെ നമ്മൾ ക്രഷ് ചെയ്തെടുക്കില്ലേ, പൾസ് ബട്ടൺ വെച്ചിട്ട് ബാക്കിലോട്ട് അങ്ങനെ ആക്കിയെടുക്കണം. വല്ലാണ്ട് അങ്ങോട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരയാൻ പാടില്ല. കണ്ടോ, ഈ ഒരു പരുവത്തിൽ ആക്കിയെടുക്കണം. വെള്ളം വേണ്ട കേട്ടോ. അത് വാല വെച്ചിട്ട് ആ ഇതിലാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ അരയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് തെളിച്ച് കൊടുക്കാം. നമ്മുടെ കട റോഡ് സൈഡിലായ കാരണം മെയിൻ റോഡിൻ്റെ തൊട്ടടുത്തായി ഒരുപാട് നമുക്ക് ഉണ്ടാക്കാനുള്ള കേട്ടിട്ട് പക്ഷേ അതൊന്നും ഇഗ്നോർ ചെയ്യുക. വേറെ നിർത്തിയില്ലെങ്കിൽ മൈക്കോ കാര്യങ്ങൾ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമ്മൾ വഴിയെ വാങ്ങുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ അരച്ച് വെച്ച പരിപ്പിലോട്ട് നേരത്തെ അരിഞ്ഞു വെച്ച എല്ലാ സാധനങ്ങളും കൂടെ ഇട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഉപ്പടൊക്കെ പിന്നെ ഈ മിക്സിങ്ങിലാണ് കേട്ടോ നമ്മുടെ പരിപ്പുവടയുടെ ടേസ്റ്റ് നന്നായിട്ട് ഇങ്ങനെ പുഷ് ചെയ്താണ് അതിൻ്റെ ആ ഒരു കുഴയുടെ രീതി. നമ്മൾ പൊറോട്ടയുടെ മാവ് വയ്ക്കുന്ന അത് രീതിക്ക് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ ഒന്ന് സൈഡിൽ നിന്ന് എടുത്ത് ഉള്ളിലോട്ടൊന്ന് പുഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ മാവിലോട്ട് ഈ എല്ലാ ഫ്ലേവേഴ്സും ഉപ്പൊക്കെ പോലെ ചെല്ലണം. കാരണം ലാസ്റ്റാണല്ലോ, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരേപോലെ മിക്സിങ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല മക്കൾ. അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് പറ്റുവാണെങ്കിൽ ഈ വഴിക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഒന്ന് കയറി കഴിച്ച് നോക്കണം കേട്ടോ. നമ്മുടെ വിളക്കുന്നാല് സ്റ്റോപ്പിൽ നമ്മുടെ കടയുടെ തൊട്ടടുത്ത് തന്നെയാണ്. തൊട്ടടുത്തായിട്ടാണ് ഈ പരിപ്പ് ഷോപ്പ് ചായക്കട കേട്ടോ. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലൊക്കേഷൻ കൊടുത്തേക്കാം. എല്ലാവർക്കും പറ്റുവാണെങ്കിൽ വന്ന് കഴിച്ച് നോക്കാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇവർ രണ്ടാളും കൂടിയിട്ടാണ് കേട്ടോ നമ്മുടെ ചായക്കട നടത്തുന്നത്. ഇവിടെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന പരിപ്പ് വട, അതുപോലെ തന്നെ മുട്ട ബജി, കായ ബജി, മുളക് പൊടി ബജി ചമ്മന്തിയാണ് കേട്ടോ. പിന്നെ ഉള്ളിവട, ഉഴുന്നുവട, പിന്നെ എന്താ വെളിച്ചെണ്ണ, അപ്പോൾ അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. അത് വാങ്ങുന്നതാണ് കേട്ടോ. ഇവരുടെ സ്പെഷ്യൽ റെസിപ്പീസ് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും. രാവിലെ തൊട്ട് കട ഉണ്ടെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും. പിന്നെ നമ്മൾ അരയ്ക്കാണ്ട് മാറ്റി വെച്ചിട്ടുള്ള കുറച്ച് പരിപ്പുണ്ട്, അത് ലാസ്റ്റാണ് ഇടുന്നത് കേട്ടോ. ഓരോ സ്റ്റെപ്പായിട്ട് ഞാൻ പറയുന്നുണ്ട്. നിങ്ങൾ അതുപോലെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ലാസ്റ്റായിട്ട് നേരത്തെ പറഞ്ഞ പോലെ ആ പുഷ് ചെയ്യുന്ന കുഴച്ചിരുന്നില്ല, പുഷ് ചെയ്ത് ഉണ്ടാക്കുന്ന കുഴച്ചിൽ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. അടിപൊളിയായിട്ട് കുഴച്ചെടുത്താൽ നല്ല മാവ് തയ്യാറാവും. നല്ല എന്താ പറയുക പരിപ്പുവട ബാറ്റർ കിട്ടും. ആ സമയം അവരവിടെ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഓയിലാണ് കേട്ടോ, വെളിച്ചെണ്ണ അല്ല, ഓയിലാണ് ഉണ്ടാക്കുന്നത്. ഓയിൽ നന്നായിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇതിങ്ങനെ ബോൾസ് ഇങ്ങനെ കയ്യിലിട്ട് റൊട്ടേറ്റ് ചെയ്ത് ചെറിയ ബോൾസാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒറ്റ ട്രിപ്പിൽ 30 പരിപ്പ് വടയാണ് കേട്ടോ വറുത്ത് കോരുന്നത്. അപ്പോൾ 30 ബോൾസ് ഉണ്ടാക്കിയതിന് ശേഷം ഒരാൾ വറുത്ത് കോരുമ്പോൾ അടുത്ത ആൾ വീണ്ടും പോയിട്ട് ഇങ്ങനെ ബോൾസ് ഉരുട്ടിക്കൊണ്ടിരിക്കും കേട്ടോ.
അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ഓയിൽ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പരിപ്പ് വടകൾ ഓരോന്നായിട്ട് ഇങ്ങനെ പരത്തി ഒരു ജസ്റ്റ് തള്ളവരിലോട്ട് ഒരു പുഷ് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ വെളിച്ചെണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. 15 എണ്ണം ഒറ്റ ട്രിപ്പിലിട്ടിട്ട് അവർ വറുത്തൊന്ന് പകുതി വേവാകുമ്പോൾ കോരി എടുക്കുന്നുണ്ട്. ഇങ്ങനെ ജസ്റ്റ് വെച്ചിട്ട് ആ ഒരു നമ്മുടെ തള്ളവരിൽ വെച്ചിട്ട് ഒന്നൊരു കുഴി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അതിന് ശേഷം 15 എണ്ണമാണ് ഇടുന്നത്. അതിന് ശേഷം അതിങ്ങനെ ഒന്ന് മറച്ചിട്ട് കൊടുക്കുക. ഹാഫ് കുക്കായി കഴിയുമ്പോൾ കോരി മാറ്റി വെക്കുന്നുണ്ട്. അതാണ് ഒരു പ്രത്യേക ടിപ്പ് എന്ന് പറയുന്നത് പരിപ്പ് വടയുടെ. അതെന്താണെന്ന് വെച്ചാൽ നല്ല ക്രിസ്പി കളർ, പുറത്ത് നല്ല ക്രിസ്പി ആൻഡ് അകത്ത് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അടുത്തൊരു ബാച്ചും കൂടിയും ഇട്ട് ഇതേപോലെ തന്നെ കോരിയെടുക്കുകയാണ്. ഇതുപോലെ തന്നെ കോരിയെടുത്ത് കഴിഞ്ഞ് ലാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ എല്ലാം കൂടി വീണ്ടും ഇതിലോട്ടിടും. അപ്പോഴാണ് ഇതിൻ്റെ ആ ഒരു കളറും ക്രിസ്പിനെസ്സും ഉള്ളിൽ നല്ല ഇടുന്നതായിരിക്കില്ലേ. രണ്ടാമത് ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് കളർ വരും. നമ്മളിങ്ങനെ ഇടും. ഇട്ട് കഴിഞ്ഞിട്ട് പകുതി വേവ് ഒന്ന് മാറ്റി വെച്ചിട്ട് ഒരുമിച്ചിടലാണ്ട് ഒരുമിച്ചിട്ട് നമ്മളത് ഒരുമിച്ച് കളറായിട്ട് നമ്മളെ പോലെ വേവിച്ചിടും. സോഫ്റ്റ് ആവും. ഇവരുടെ പരിപ്പ് വടയ്ക്ക് നാട്ടുകാർ വെച്ചാൽ ഇവിടെ വന്ന് ചായ കുടിക്കുന്നവരിട്ട പേരാണ് കേട്ടോ കട്ട്ലേറ്റ് പരിപ്പ് വട എന്ന്. അത് കട്ട്ലേറ്റിൻ്റെ പോലെ തന്നെയാണ്. ഉള്ളിൽ നല്ല സോഫ്റ്റും അകത്ത് നല്ല ക്രിസ്പിയും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ടെങ്കിൽ വരിക കേട്ടോ. അപ്പോൾ അടുത്ത ബാച്ച് ഇങ്ങനെ വറുത്ത് കോരി എടുക്കുന്നുണ്ട്. ലാസ്റ്റാണ് കേട്ടോ അതിലോട്ട് ഇട്ട് കോരി എടുക്കുന്നത്. ഇപ്പോൾ കണ്ടോ, ഇപ്പം കോരി എടുത്ത് കഴിഞ്ഞിട്ട് അടുത്ത ഓരോരോ ബാച്ച് ഇങ്ങനെ കഴിയുന്നതനുസരിച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ പരിപ്പ് വട ഇങ്ങോട്ട് ഇട്ട് വറുത്ത് കുറഞ്ഞ സമയത്ത് അടിപൊളി മണാണ്ട്. ദൈവമേ, ഈ ഭാഗത്തൊന്നും ഇരിക്കാൻ പറ്റത്തില്ല. നമ്മളെല്ലാം കൂടി ഇങ്ങനത്തെ ഒരു അരിപ്പക്കയിലുണ്ടല്ലോ അതിലോട്ട് എല്ലാം കൂടി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അരിപ്പക്കയിൽ വെച്ചിട്ട് ആക്കുമ്പോൾ ഓയിലൊക്കെ അടിക്കൂടെ പോട്ടെ. പിന്നെ ഒരു സ്ട്രെയിനർ പോലത്തെ ഒരു പാത്രത്തിലോട്ടാണ് വീണ്ടും തട്ടിയിടുന്നത്. അപ്പം എന്താണെന്ന് വെച്ചാൽ ഈ ഓയിലൊക്കെ നമുക്ക് താഴ്ത്ത് വന്ന് ഇതിലൊട്ടും അങ്ങനെ എണ്ണ അധികം ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ നോക്കുമ്പോൾ പരിപ്പ് വട ആയ കാരണം കുറച്ച് എണ്ണ ഉണ്ടാവും, എന്നാലും കമ്പാരിറ്റീവ്ലി എണ്ണ കുറവാണേ. ഇതിപ്പോൾ ഉണ്ടാക്കുന്ന സമയത്തൂടെ ഒരു 3-4 പേര് നിൽക്കുന്നുണ്ട് കേട്ടോ പരിപ്പ് വടയ്ക്ക് വേണ്ടി. കുറേ ദൂര സ്ഥലത്തു നിന്നൊക്കെ ആൾക്കാർ വന്നിട്ട് പരിപ്പ് വട ആയില്ലെങ്കിൽ തന്നെ ഇവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പോകണം കേട്ടോ. അപ്പോൾ അത്രയ്ക്കും ടേസ്റ്റ് ഉണ്ട്. നമ്മൾ എന്താ പറയുക, പരിപ്പ് വടയ്ക്ക് സാധാരണ പരിപ്പ് വടയെക്കാട്ടും വലിപ്പം കുറവാണ്, പക്ഷേ ഒരുപാട് ഇൻഗ്രീഡിയൻസും പിന്നെ കുഴയടിയും അതുപോലെ അരിയിലും നല്ല കുരുകുരുങ്ങനെയാണല്ലോ അരിയണം. ഇത് കണ്ടോ, നമ്മുടെ വിളക്കുംകാല സ്റ്റോപ്പിൽ ആണ് കേട്ടോ ഒരു കട വരുന്നത്. ബസ് സ്റ്റോപ്പിൻ്റെ ഓപ്പോസിറ്റൊക്കെ ആയിട്ട്. അപ്പോൾ അലക്സേട്ടൻ ടേസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ് ഗൈസ്. ഇത് വെറുതെ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം പറയുന്നതല്ല കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. പിന്നെ നമ്മളിങ്ങനെ അടുത്തായി കാരണം എപ്പോഴും വാങ്ങി കഴിക്കണമായിരുന്നു കൊളസ്ട്രോളൊക്കെ കൂടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ചായക്കടയിലെ പരിപ്പ് വടയുടെ റെസിപ്പി എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇതിപ്പോൾ 2 കിലോ 3 കിലോനൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 കിലോനൊക്കെ മേടിച്ചുണ്ടാക്കാം കേട്ടോ. ഇതിനിവിടെ പീസ് പരിപ്പാട്ടോ എടുക്കുന്ന കടലപ്പരിപ്പെല്ലാം നമുക്ക് മേടിക്കാൻ വേണ്ടി കിട്ടുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് മറ്റൊരു ടോപ്പിക്കായിട്ട് അടുത്ത ദിവസം വരുന്നവരേക്കും ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.